ആത്മാക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ശാസ്ത്രത്തിന് പരിപൂർണമായിട്ടൊരു കണ്ടുപിടുത്തത്തിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നിഗമനം 16 കഴിഞ്ഞാൽ പോകുന്നതാണ്, ഒരു നിഗമനം 41. ചിലത് പോവാത്തതുകൊണ്ട്, ചിലത് ഈ ഭൂമിയിൽ തന്നെ സ്ഥാനം കൊടുക്കുന്ന ആത്മാക്കളുണ്ട്. കാരണം കുറച്ച് പവർ കൂടിയ ശക്തി കൂടിയ ആത്മാക്കളുണ്ട്. അതാണ് അതിൻ്റെ വിശേഷം. അപ്പം അത് കൺഫേം ആയിട്ടില്ല ഇതുവരെ. ശാസ്ത്രം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പോവാത്തതെന്ന് പറഞ്ഞു? ഈ പോവാത്ത ആത്മാക്കൾക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ലേ? ചെയ്യേണ്ട കർമ്മങ്ങൾ അങ്ങനെയൊക്കെ. ഈ പോവാത്ത ആത്മാക്കൾക്ക് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എന്നുള്ളതല്ല, അവർക്ക് ഈ ഭൂമിയിൽ സ്ഥാനം വേണമെന്നാണ് പറയാം. അപ്പോൾ ആ സ്ഥാനം കൊടുക്കേണ്ടി വരും. സ്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവതുല്യമായിട്ട് തന്നെ അവരെ ആരാധിക്കണം എന്നാണ് അതിൻ്റെതായ രീതി. അപ്പോൾ ചിലത് ആ വായിച്ച പോലെ, ചിലത് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ചില ആത്മാക്കൾക്ക് കുറച്ച് പവർ ഉണ്ടാവും. അതായത് ജപം ചെയ്തിട്ടും ഉപാസന ചെയ്തിട്ടും ദൈവികമായി ജീവിച്ചിരിക്കുമ്പോൾ അവരാത്മാക്കളാണ് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുടുംബത്തിൽ ദോഷവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിർബന്ധമായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ മേഡം കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അതിലൊരു ആത്മാവാണ് വെട്ടുമൂർത്തി എന്നറിയും, പിന്നെ ഭണ്ഡാരമൂർത്തി അറിയും. അപ്പോൾ ഈ അസുഖമായിട്ട് മരിച്ച ആത്മാവിനാണ് ഭണ്ഡാരമൂർത്തി അറിയും, വെട്ടിക്കൊന്ന ആത്മാവിനെ വെട്ടുമൂർത്തി എന്ന് പറയും. ഇത് രണ്ടും പല കുടുംബക്ഷേത്രത്തിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ വിഷയമാണ് സംഭവം. കാരണം ഇവർ കുറച്ച് പവർഫുൾ ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇവർ അങ്ങനെ മറ്റുള്ള രീതിയിൽ പോകില്ല. അതായത് ഇപ്പോൾ സാധാരണ വേർപാട് ചെയ്താൽ പോകുന്ന കർമ്മങ്ങൾ ചെയ്താൽ അതാണ് സംഭവം. കാരണം വെച്ചാൽ ഈ പ്രേതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ ഒരു ധനഞ്ജയം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. 10 പ്രാണനാണ്. ആ ധനഞ്ജയനാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സായുജ്യം കൊടുക്കുക, മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന സംഭവം പോകുന്നില്ല, ഇവിടെ തന്നെയാണ്. അതിനെ എന്താ പ്രധാനം വെച്ചാൽ അതിൻ്റെ കർമ്മം ചെയ്ത് നന്നാക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ദോഷം മാറ്റുക എന്നുള്ളൂ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.